ഹായ്, ഞാൻ സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ 4th ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ വരുന്നത് കേരളത്തിലെ മലപ്പുറത്താണ്. സോ ഇതാണ് നമ്മുടെ ക്യാമ്പസ്. നമുക്ക് മെയിൻലി വരുന്നത് 2 ബേസാണ്. ഒന്ന് മെയിൻ ബേസും ഒന്ന് 9th ബേസും. എൻ്റെ ബാക്ക് കാണുന്നത് നമ്മുടെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അടുത്ത തന്നെ നമ്മുടെ അനാട്ടമി, പാത്ഫിസിയോളജി, നമ്മുടെ MBBSലെ ഏറ്റവും കൂടുതൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് എല്ലാം വരുന്നത് നമ്മുടെ ഈ മെയിൻ ക്യാമ്പസ് തന്നെയാണ്. എൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ സിമുലേഷൻ സെൻറ്റർ. ഈ സിമുലേഷൻ സെൻറ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, നമ്മുടെ NICU എല്ലാത്തിൻ്റെ സിമുലേഷൻസ് വേൾഡ് ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിനെ കൂടി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി വരുന്ന 3 ഹോസ്റ്റലാണ്. വാത്നി, 9th ബേസ് ആൻഡ് 11th ബേസ്. ഇത് 3 നമ്മുടെ മെയിൻ ക്യാമ്പസിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 9th ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 times എവറി ഡേ നമുക്ക് ഇന്ത്യൻ ഫുഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മളിനി ഫർഗാനയിലേക്ക് ട്രാവൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി വരുന്ന മലപ്പുറത്താണ്. സോ എനിക്ക് എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. സോ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മോർണിംഗ് 3 o'clock എയർ അറേബ്യ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 o'clock കൂടി ഞാൻ ഷാർജയിലെത്തും. അവിടുന്ന് വെറും 45 minutes ലെയർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാഷ്കണ്ട് ഫ്ലൈറ്റ് ആണ്. സോ ഞാനൊരു ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ടാഷ്കണ്ട് എത്തും. ടാഷ്കണ്ട് നമുക്ക് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 minutes നമുക്ക് ഫർഗാൻ റീച്ച് ആവാവുന്നതാണ്. ട്രെയിൻ ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഹൈ സ്പീഡ് ട്രെയിൻസ് ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 2 or 3 hours നമുക്ക് എത്താവുന്നതാണ്. അപ്പോൾ നമ്മളിനി വിക എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 4 വർഷമായി ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഇതുവരെ നമ്മളോട് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റ് ഇപ്പോൾ നമ്മൾ അൻട്രായ് സാർ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എംബസീൻ്റെ ഹെൽപ്പ് ആണെങ്കിലും വിസ പ്രോസസ്സിംഗ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ പാരൻസിന് ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അവരുടെ വിസ, അവരുടെ ടിക്കറ്റിംഗ് എല്ലാത്തിനും നമ്മളെ എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് നമ്മുടെ വിക തന്നെയാണ്.